ഗായ്സ്, അപ്പോൾ നമ്മൾ ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വേറെ എങ്ങോട്ടല്ല, ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ പോകാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇടിയല്ലായിരുന്നു. നിങ്ങൾക്ക് ഈ കാലാവസ്ഥ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ പെയ്യാനായ ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ പോകണമെന്നുള്ളൊരാഗ്രഹം ഭയങ്കരമായി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇച്ചും കൂടി ഇറങ്ങി തിരിച്ചൊരു യാത്രയാണിത്. പിന്നെ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പം പിന്നെ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിൽ നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ എത്തുന്ന വരെ വലിയ മഴയൊന്നും ഉണ്ടായില്ല, ചെറിയൊരു പാറലൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഇതാ നമ്മുടെ ആൾ നമ്മളെ കൂട്ടാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ വേഗം വണ്ടി കയറുക, വേഗം വീട് പിടിക്കുക. കാരണം ചെറിയൊരു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇനി എൻ്റെ ഇച്ചുവിന് കുറച്ച് ഷോ ഓഫ് വേണം ഗൈസ്, പാവം ഇച്ചുവിനൊന്നും അറിഞ്ഞൂടാ. പിന്നെ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കണ്ണിലേക്ക് അടിക്കുമ്പം എന്തോ മാതിരിയാണല്ലോ, അതുകൊണ്ട് ഞാൻ അവന് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിതാ നാടെത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഏട്ടൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഹരിതരമണീയമായ സ്ഥലമാണെന്ന്. നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏട്ടൻ പറയാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ പിടിച്ചിട്ടുണ്ട്. നേരെ ഇനി വീട്ടിലോട്ടേക്ക് കയറുക. വീട്ടിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതാ. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്, വാൽനട്ടൊക്കെ, അതൊക്കെ എടുത്ത് തിന്നുക. പിന്നെ ഇത് അച്ഛനും മോനും കൂടി മണ്ണിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവനിവിടെ വന്നുള്ള സ്ഥിരം പരിപാടിയാണ് പുഴി കളിക്കുക. അപ്പോൾ അത്രയുള്ളൂ, ബൈ.